നമസ്കാരം, ഞാൻ ജിതേഷ്, ടീം റിപ്പയർ കൊച്ചിയുടെ പ്രൊജക്ട് എഞ്ചിനീയർ. തികച്ചും രസകരവും വ്യത്യസ്തവുമായ രീതിയിൽ പഴയ കുഞ്ഞു മുറികളെ വലിയ രീതിയിലൊരു സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ നടത്തിയതിൽ ഭാഗമായതിൻ്റെ അഭിമാനത്തോടെ തന്നെ ഞാൻ മാറ്റങ്ങളെ വിശദീകരിക്കുകയാണ്. ഇവിടുത്തെ പഴയ വീട് ചെറിയ ചെറിയ മുറികളോടുകൂടിയായിരുന്നു. എല്ലാം തന്നെ ഏതാണ്ട് 7 അടിക്ക് തൊട്ട് മുകളിൽ നീളമുള്ളവ, 224 സെൻറ്റിമീറ്റർ വീതി. ഒരു വലിയ സ്റ്റോർ മുറിയും ഉണ്ടായിരുന്നു. ചെറിയ അടുക്കളയിൽ ചിമ്മിനിയിൽ പുക അടുപ്പ് കത്തിച്ചിരുന്നുമില്ല. പക്ഷെ ചിമ്മിനി മൂലം ധാരാളം സ്ഥലം പോകുന്നുണ്ടായിരുന്നു. ഡ്രോയിങ് ആൻഡ് ഡൈനിങ് റൂമുകൾക്കിടയിലായി ഉപയോഗമില്ലാത്ത ഒരു ആൻറ്റി റൂമും ഉണ്ടായിരുന്നു. പ്രധാനമായും ഈ ഉപയോഗമില്ലാത്ത മുറികളെയെല്ലാം ചേർത്ത് നല്ല വിശാലമായ ഒരു ഡൈനിങ് ആൻഡ് ലിവിങ് റൂം ഉണ്ടാക്കി. വലിയ സ്പാനുള്ള സ്ലാബിനെ കേടുകൂടാതെ നിലനിർത്തുന്ന ഐ-ബീമിൻ്റെ ഭാരം ഭൂമിയിലേക്ക് പടർത്തുന്നതിന് കോൺക്രീറ്റ് തൂണുകൾ കൊടുക്കേണ്ടി വന്നു. പറയുമ്പോഴുള്ള അതേ സിംപ്ലിസിറ്റി ജോലി ചെയ്യുമ്പോഴും ഉണ്ടാക്കുവാൻ വേണ്ടി ടീം റിപ്പയർ കൊച്ചിയുടെ ടെക്നിക്കൽ ടീം കൃത്യമായ ഡിസൈനാണ് നൽകിയത്. ഓരോ സ്ലാബുകൾ തമ്മിലുമുള്ള ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് ബീമുകളും അവ ചെന്ന് റെസ്റ്റ് ചെയ്യുന്ന ഭാഗത്ത് സപ്പോർട്ടുകളും ഒരു ചിത്രം വരയ്ക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന വരകളെപ്പോലെ രസകരമായി തെളിഞ്ഞു വന്നു. പഴയ ചെറിയ അടുക്കളയിലെ ചിമ്മിനി മാറ്റി പുതിയ സ്ലാബ് കൊടുത്ത് അതോടൊപ്പം പഴയ സ്റ്റോർ മുറിയോട് ചേർന്നുണ്ടായ ടോയ്ലറ്റും ചേർത്ത് 364 സെൻറ്റിമീറ്റർ നീളവും 292 സെൻറ്റിമീറ്റർ വീതിയുമുള്ള പുതിയ നല്ല കിച്ചൺ വന്നു. പഴയ 2 ബെഡ്റൂമിനെയും ചേർത്ത് ഒരു വലിയ ബെഡ്റൂം ഉണ്ടാക്കിയതിന് വീതി കൂട്ടുവാൻ വേണ്ടി പഴയ നീളത്തിലുള്ള ഡൈനിങ് റൂമിൽ നിന്ന് കുറച്ച് സ്ഥലമെടുത്തു. ഒരു ഡ്രസ്സിംഗ് റൂം, ടോയ്ലറ്റ് എന്നിവയും ഡൈനിങ്ങിൻ്റെ വാഷ് ബേസിനും എല്ലാം ഇതോടനുബന്ധിച്ച് കൊടുക്കുവാൻ സാധിച്ചു. പഴയ തീരെ ചെറിയ ബെഡ്റൂമിൻ്റെ 2 വശത്തെ ഭിത്തിയും പൊളിച്ചു കളഞ്ഞപ്പോഴും മുകളിലെ പഴയ സ്ലാബിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ 13 അടി നീളവും 12 അടി വീതിയുമുള്ള വലിയ ബെഡ്റൂം ഉണ്ടാക്കിയതാണ് ഏറ്റവും ഇന്നൊവേറ്റീവായി എനിക്ക് തോന്നിയത്. അതോടൊപ്പം ചെറിയ സ്പേസ് വന്നിരുന്നതിനെ കൺവേർട്ട് ചെയ്ത് എൽ ഷേപ്പിൽ ഉള്ള ഒരു ടോയ്ലറ്റ് ആക്കിയപ്പോൾ ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ, വെറ്റ് ഏരിയ എന്നിവയെല്ലാമുള്ള ഒരു ആധുനിക ടോയ്ലറ്റ് ഉണ്ടായി. 9 അടി നീളവും വീതിയുമുള്ള വിശാലമായ സിറ്റൗട്ടിന് കിഴക്കോട്ട് വലിയ നീണ്ട സ്റ്റെപ്പുകൾ കൂടി വന്നപ്പോൾ പഴയ കെട്ടിടം തികച്ചും ആധുനികമായ ഒരു വീടായി മാറുകയാണ്. ഈ വീടിൻ്റെ ഫൈനൽ ഫിനിഷിംഗ് കഴിഞ്ഞ വീഡിയോയുമായി വീണ്ടും വരാം. പഴയ കെട്ടിടം പൊളിച്ചു കളയാതെ തികച്ചും ആധുനികവും ഈടുറ്റതുമായൊരു വീടാക്കി മാറ്റുമ്പോൾ നമ്മൾ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുകയും പ്രകൃതിയിലേക്ക് മാലിന്യമായി പഴയ കെട്ടിടം വരുന്നത് ഒഴിവാക്കുകയും ചെയ്ത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഒരു സർക്കുലാർ എക്കോണമിയുടെ സംസ്കാരം കൊണ്ടുവരികയാണ്. ഇത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നിർബന്ധമായും ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടിയാണ്. നന്ദി. പഴയ വീടിന് പുതിയ മുഖം. റിപ്പയർ കൊച്ചി, ദ റെനോവേഷൻ എക്സ്പേർട്സ്. നിങ്ങളുടെ പഴയ വീടിന്റെ സൗകര്യങ്ങളെക്കുറിച്ച് ആവലാതികൾ ഏറെയുണ്ടോ? മുറിക്ക് വലിപ്പക്കുറവുണ്ടോ? ഒരു മതിലോ തൂണോ നീക്കിവെച്ചാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ റിപ്പയർ കൊച്ചിയെ വിളിക്കൂ. Contact 9125 600 500. repairkochi.com. Repair Kochi, the renovation experts.